Hello friends, welcome to GradMentor. നമ്മൾ കറണ്ട് അഫയേഴ്സ് ആൻഡ് GK സെക്ഷനിൽ ജാനുവരി മന്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. അപ്പോൾ ഡേയ്സും അവയുടെ തീംസും എക്സാംസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ഫെബ്രുവരി മന്തിൽ ഏതൊക്കെ ഡേയ്സ് നമ്മൾ നോട്ട് ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് നാഷണൽ സയൻസ് ഡേ 2023. എന്നാ നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 28 ഫെബ്രുവരി ആണല്ലേ നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോക്ക്, 28 ഫെബ്രുവരിയാണ് നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് 28 ഫെബ്രുവരി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇതാരാ? CV രാമൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? CV രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പഠനം രാമൻ എഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ രാമൻ എഫക്റ്റിന്റെ കണ്ടെത്തലിനാണ് എന്ത് ലഭിച്ചത്? അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അതിനെ ഒന്ന് കമ്മമറേറ്റ് ചെയ്യാനും പിന്നെ സയൻസിന് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സയൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെപ്പറ്റി ജനങ്ങളെ അവെയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. നാഷണൽ സയൻസ് ഡേ is celebrated every year on 28th February in honor of India's great physicist Chandrasekhara Venkata Raman, CV Raman. Okay, every year it is celebrated to honor the value of science and remind us of its impact on the lives of mankind. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സയൻസിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഡേ, ഇങ്ങനെ ഒരു നാഷണൽ സയൻസ് ഡേ അല്ലെങ്കിൽ സയൻസിന് വേണ്ടിയിട്ട് ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി എന്താണ് അതിന്റെ തീം? 2023 ഈ ഇയറിന്റെ പ്രത്യേകത നമുക്കറിയാം. G20യുടെ ലീഡർഷിപ്പ് ആർക്കാണ്? ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഇൻ ഓണേഴ്സ് ഓഫ് ഇന്ത്യസ് G20 ലീഡർഷിപ്പ്, ദ തീം ഓഫ് ദിസ് ഇയേഴ്സ് ഇവന്റ് ഈസ് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽനസ്. എന്താണ് ഈ വർഷത്തെ നാഷണൽ സയൻസ് ഡേ തീം എന്ന് പറയുന്നത്? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽനസ്. ഇങ്ങനെ ഒരു തീം സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? G20 ലീഡർഷിപ്പ് നമുക്കായതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററി നോക്കാം. സെലിബ്രേഷൻ ഓഫ് നാഷണൽ സയൻസ് ഡേ സ്റ്റാർട്ടഡ് ഫ്രം 28 ഫെബ്രുവരി 1987. എന്നു മുതലാണ് ഇങ്ങനെ ഒരു ഡേ, ഒരു നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? 1987 February 28 മുതലാണ്. The discovery of the popular Raman effect by CV Raman, one of the country's physicists, was confirmed on 28 February 1928. 1928 February 28-നാണ് പ്രസിദ്ധമായ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുന്നത്, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്തത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം 1930-ലാണ് അദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അപ്പോൾ CV രാമന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. GK സെക്ഷനിൽ ചോദിക്കാം. 1930, അത് ഓർത്ത് വെക്കണം. ഇനി എന്നാണ് ഈ കണ്ടുപിടുത്തം കൺഫേം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 28 ഫെബ്രുവരി 1928. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡേ സെലക്ട് ചെയ്യാൻ കാരണം. 28 ഫെബ്രുവരി എന്ന് പറയുന്ന സ്പെസിഫിക് ഡേ നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയില്ലേ? ഓക്കെ, ദ ഡിസ്കവറി ഓഫ് ദ പോപ്പുലർ രാമൻ ഇഫക്റ്റ് ബൈ CV രാമൻ, വൺ ഓഫ് ദ കൺട്രീസ് ഫിസിസ്റ്റ്, വാസ് കൺഫേംഡ് ഓൺ 28 ഫെബ്രുവരി 1928, ആഫ്റ്റർ വിച്ച് ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ 1930. 2 years later. 1930-ൽ 2 years later ആണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. To celebrate this achievement, the Council for Science and Technology Communication, Government of India, has advised to celebrate February 28 as National Science Day. Okay, next നമുക്ക് നോക്കാനുള്ളതാണ് വേൾഡ് NGO Day 2023. എന്നാണ് വേൾഡ് NGO Day ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 27th ഫെബ്രുവരിയിലാണ്. ഓക്കെ, വേൾഡ് NGO Day ഈസ് ആൻ ആനുവൽ ഇന്റർനാഷണൽ ഇവന്റ് ഒബ്സർവ്ഡ് ഓൺ 27th ഫെബ്രുവരി ടു റെക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ ലോകത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസിനെ കമ്മമറേറ്റ് ചെയ്യാൻ, റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേ കൊണ്ടുവന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അഡ്വക്കേറ്റ് ഫോർ പോളിസീസ് ദാറ്റ് സപ്പോർട്ട് ദെയർ എഫേർട്സ്. അവരുടെ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസിനെ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഡേ എന്ന് പറയുന്നത്. വേൾഡ് NGO Day aims to create awareness about this sector and encourage people across the world who work in this sector for a good cause. അതായത് ഒരു ഗുഡ് കോസിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ മാത്രമല്ല, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും പല സെക്ടറുകൾ, ഹെൽത്ത് സെക്ടർ ആവട്ടെ, എഡ്യൂക്കേഷണൽ സെക്ടർ ആവട്ടെ, മിക്കവാറും ഉള്ള എല്ലാ സെക്ടറിലും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിനെപ്പറ്റി
നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെ പറ്റി അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ നടത്തുന്ന ആ ഒരു എഫേർട്ടിനെ പറ്റി ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ മറ്റു പീപ്പിൾസിനെ എൻകറേജ് ചെയ്യാനും അവെയർ ചെയ്യാനും വേണ്ടിയിട്ടും കൂടെ ഈ ഒരു ഡേ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ ദ ബാൾട്ടിക് സീ NGO ഫോറം ഓഫ് ദി കൗൺസിൽ ഓഫ് ബാൾട്ടിക് സീ സ്റ്റേറ്റ്സ് ഒഫീഷ്യലി റെക്കഗ്നൈസ് ദ ഡേ ഓൺ 27th April 2010. 2010 ഏപ്രിൽ 27 ഇങ്ങനൊരു ഡേ പറ്റി ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആരാ? ദ ബാൾട്ടിക് സീ NGO ഫോറം. അതെന്താണ്? ബാൾട്ടിക് സീ ഏരിയയിലുള്ള സിവിലിയൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറമാണ് ബാൾട്ടിക് സീ NGO ഫോറം എന്ന് പറയുന്നത്. അവരുടെ കൗൺസിൽ ഓഫ് ബാൾട്ടിക് സീ സ്റ്റേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? 27th April 2010 ഇങ്ങനെ ഒരു ഡേയെ പറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദിസ് പ്രോഗ്രാം വാസ് അക്സെപ്റ്റഡ് ബൈ ദ ഫോറം ഇൻ 2012. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഫോറം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് 2012 ഇൻ 2014 27th February വാസ് ഡിക്ലെയർഡ് ആസ് വേൾഡ് NGO ഡേ ആൻഡ് ഇറ്റ് ബിക്കെയിം എ ലാൻഡ്മാർക്ക് ഡേ ഓഫ് ദ NGO കമ്മ്യൂണിറ്റി അക്രോസ് ദ വേൾഡ്. അപ്പോൾ NGO കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ഡേ, ഒരു വേൾഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് 2014 27th February മുതലാണ്. അപ്പോൾ അത് അവർക്ക് എന്തായി? ഒരു ലാൻഡ്മാർക്ക് തന്നെയായിട്ട് മാറി. കാരണം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് ലോകത്താകമാനം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇന്റർനാഷണൽ കലണ്ടർ ഡേ നൗ നോൺ ആസ് വേൾഡ് NGO ഡേ വാസ് ഇനാഗുറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ദിസ് ഡേ. അങ്ങനെ 2014 ആദ്യമായിട്ട് ഇങ്ങനൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ? ഇനി എന്താണ് NGOs അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ? NGOs are non-profit organizations that are independent of government and work towards a specific social, environmental or cultural goal. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ അല്ലെങ്കിൽ കൾച്ചറൽ ഗോള് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് NGOs എന്ന് പറയുന്നത്. They can range from small. ഇനി ഇവ NGOs ഏതൊക്കെ തരത്തിൽ വരാം? Small, local organizations to large, international organization, and they can focus on a wide range of issues. അവർ എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് തുടങ്ങിയ ഒരു വൈഡ് റേഞ്ചിലുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വേൾഡ് തിങ്കിങ് ഡേ 2023. 22nd February വേൾഡ് തിങ്കിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ദ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഗേൾ ഗൈഡ്സ് ആൻഡ് ഗേൾ സ്കൗട്ട്സ്. അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ടല്ലോ, അതിന് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ദ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഗേൾ ഗൈഡ്സ് ആൻഡ് ഗേൾ സ്കൗട്ട്സ്. അവരാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ വേൾഡ് തിങ്കിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു മുൻകൈ എടുത്തത് ഏത് ഓർഗനൈസേഷനാണ്? ദ വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഗേൾ ഗൈഡ്സ് ആൻഡ് ഗേൾ സ്കൗട്ട്സ്. എന്നാ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എല്ലാ വർഷവും 22nd February ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ഡേ എയിംസ് ടു റൈസ് മണി ഫോർ ദ 10 million ഗേൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഹു ആർ ആക്റ്റീവ് ഇൻ ഓവർ 150 countries as well as celebrating sisterhood, solidarity and women's empowerment. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ലോകത്താകമാനം 150ഓളം കൺട്രീസിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന 10 million ഗേൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് മാത്രമല്ല എന്തും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? സിസ്റ്റർഹുഡ്, സോളിഡാരിറ്റി ആൻഡ് വിമൻ എംപവർമെന്റും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓൺ വേൾഡ് കോൺഷ്യസ്നസ് ഡേ ഗേൾ സ്കൗട്ട്സ് ആർ ഓൾസോ എൻകറേജ് ടു ബിൽഡ് lasting bonds with each other that prioritize loyalty and respect. Next ഇതിന്റെ തീം എന്താണെന്ന് നോക്കാം. The theme of the day in 2023 is Our World, Our Peaceful Future. എന്താണ് 2023 വേൾഡ് തിങ്കിങ് ഡേയുടെ തീം എന്ന് പറയുന്നത്? എന്താണ്? അവർ വേൾഡ്, അവർ പീസ്ഫുൾ ഫ്യൂച്ചർ. നമ്മുടെ ലോകം, നമ്മുടെ സമാധാനപരമായ ഭാവി എന്നതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ദ നീഡ് ഫോർ എ വേൾഡ് തിങ്കിങ് ഡേ വാസ് റൈസ്ഡ് ഇൻ 1926 അറ്റ് ദ 4th ഗേൾ സ്കൗട്ട് ഇന്റർനാഷണൽ കോൺഫറൻസ്. 1926 ഗേൾ സ്കൗട്ട് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ 4ാമത്തെ സമ്മിറ്റിലാണ് ഇങ്ങനെ ഒരു
ദിവസത്തിന്റെ ആവശ്യകതയെ പറ്റി ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 1926 എന്തായിരുന്നു ഇമ്പോർട്ടൻസ്? 1926 4th ഗേൾ സ്കൗട്ട് ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നത്. ആ ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡേയുടെ ആവശ്യകതയെ പറ്റി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ കോൺഫറൻസ് ഇറ്റ് വാസ് എഗ്രീഡ് ടു ഡെഡിക്കേറ്റ് 22 ഫെബ്രുവരി as ചിന്തൻ ദിവസ്. ആ കോൺഫറൻസിൽ തന്നെ അതിനൊരു തീരുമാനവും ആയിട്ടുണ്ട്. 22 ഫെബ്രുവരി ചിന്തൻ ദിവസ് അല്ലെങ്കിൽ വേൾഡ് തിങ്കിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. എന്തിനാ 22 ഫെബ്രുവരി തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? ലോർഡ് ബെയ്ഡൻ പവൽ എന്ന് പറയുന്നത് ആരാണ്? ബോയ് സ്കൗട്ട്സ് ഓഫ് അമേരിക്കയുടെ ഫൗണ്ടറാണ്. ബോയ് സ്കൗട്ട്സ് ഓഫ് അമേരിക്കയുടെ ഫൗണ്ടറായ ലോർഡ് ബെയ്ഡൻ പവൽ ജനിച്ച ദിവസം, അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് ആണ് 22 ഫെബ്രുവരി എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് ലേഡി ഒലേവ് ബെയ്ഡൻ പവൽ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹു സർവ്ഡ് as the organization's ഫസ്റ്റ് ഗ്ലോബൽ ചീഫ് ഗൈഡ്. ഈ ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ഗ്ലോബൽ ചീഫ് ഗൈഡ് ആയിട്ട് സെർവ് ചെയ്തത് ആരായിരുന്നു? ഈ ലോർഡ് ബെയ്ഡൻ പവലിന്റെ വൈഫായിട്ടുള്ള ലേഡി ഒലേവ് ബെയ്ഡൻ പവലാണ്. അവരുടെയും ജന്മദിനം എന്നാണ്? ഫെബ്രുവരി 22 ഓക്കെ, ഇതാ നോക്ക്, രണ്ടുപേരുടെയും ജന്മദിനം ഫെബ്രുവരി 22 അതുകൊണ്ടാണ് ഫെബ്രുവരി 22 തന്നെ ഇങ്ങനെ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഡേ ആണ് വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ. എന്നാ വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 20th ഫെബ്രുവരി ആണ് നമ്മൾ വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗിവ് ഈക്വൽ റൈറ്റ്സ് ടു ദ ഇൻഡിവിജ്വൽ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനിക്വാലിറ്റി. ഒരു ഡിസ്ക്രിമിനേഷനും ഇനിക്വാലിറ്റിയും ഇല്ലാതെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ റൈറ്റ്സ് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓൾസോ people have to be made aware of social justice and equality. For this, World Social Justice Day is celebrated every year on 20th February. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കണം. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റിയും സോഷ്യൽ ജസ്റ്റിസിനെയും പറ്റിയിട്ട് ജനങ്ങളിൽ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയും കൂടിയാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാ? ഫെബ്രുവരി 20th. ഇനി എന്തായിരുന്നു 2023 ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്? തീം ഓഫ് ദി ഡേ 2023 ഈസ് ഓവർകമ്മിങ് ബാരിയേഴ്സ് ആൻഡ് അൺലീഷിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. എന്തായിരുന്നു 2023യുടെ വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേയുടെ തീം എന്ന് പറയുന്നത്? ഓവർകമ്മിങ് ബാരിയേഴ്സ് ആൻഡ് അൺലീഷിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ തീംസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. കാരണം നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ തീംസ് നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പരിചയമുള്ള തീംസ് ആയിരിക്കണം ഓപ്ഷനകത്ത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാ തീംസും ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ്, ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇൻ ദ ഇയർ 2007 ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ബൈ ദ യുണൈറ്റഡ് നാഷൻസ് ഇറ്റ് വാസ് അനൗൺസ്ഡ് ടു സെലിബ്രേറ്റ് വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ഓൺ 20th ഫെബ്രുവരി എവറി ഇയർ. 20th ഫെബ്രുവരി വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റെസൊല്യൂഷൻ യുണൈറ്റഡ് നാഷൻസ് കൊണ്ടുവരുന്നത്, പാസ്സാക്കുന്നത് എന്നാണ് 2007. എന്നാൽ എന്ന് മുതലാണ് വേൾഡ് ജസ്റ്റിസ് ഡേ, സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? 2007 റെസൊല്യൂഷൻ പാസ് ചെയ്തു. എന്നാൽ 2009 മുതലാണ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. To make World Social Justice Day a success, many countries together try to unite people divided in the names of unemployment, poverty, caste discrimination, gender and religion. ഇനി വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ ഒരു ബിഗ് സക്സസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും, ഒരുപാട് കൺട്രീസ് ടുഗദർ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? എന്തിൻ്റെയൊക്കെ പേരിലൊക്കെ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ടോ മനുഷ്യർ? അൺഎംപ്ലോയ്മെന്റിന്റെ പേരിൽ, പോവർട്ടിയുടെ പേരിൽ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ, റിലീജിയന്റെ പേരിലൊക്കെ ഡിവൈഡഡ് ആയിട്ടുള്ള പീപ്പിളിനെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്താകമാനമുള്ള ഒരുപാട് കൺട്രീസ് ഈ ഒരു ഡേയുടെ കീഴിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ ടു there has been a law to give equal rights to people for centuries. നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് ലോസ് ഉണ്ട് അല്ലേ? ഈക്വൽ റൈറ്റ്സ് പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ലോസ് നമ്മുടെ നാട്ടിൽ സെഞ്ചുറീസ് ആയിട്ട് തന്നെ പ്രൊവൈഡഡ് ആണ്. ഫോർ ദിസ് there are many provisions in the Indian Constitution to eliminate social inequality. സോഷ്യൽ ഇനിക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഡേ ആണ്, വേൾഡ് പാങ്കോലിൻ ഡേ. എന്നാ വേൾഡ് പാങ്കോലിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 18th ഫെബ്രുവരി ആണ് വേൾഡ് പാങ്കോലിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ പാങ്കോലിൻസ്? പാങ്കോലിൻസ് എന്ന് പറയുന്നത് ആരാ? ഈ കാണുന്ന ആളാണ് പാങ്കോലിൻസ് എന്ന് പറയുന്നത്. ആരാണത്?
ഈനാമ്പേച്ചിയാണ് പാങ്കോലിൻ. പാങ്കോലിൻ ഒരു മാമലാണ്. എന്താണ് പ്രത്യേകത? ബോഡിയിൽ സ്കെയിൽസ് ഉള്ളതാ കണ്ടോ, ബോഡിയിൽ നിറയെ സ്കെയിൽസ് ഉണ്ടല്ലേ. സ്കെയിൽസ് ഉള്ള ഒരേ ഒരു മാമലാണ് ആര്? പാങ്കോലിൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവ പെട്ടെന്ന് ഞെട്ടിയാൽ അല്ലെങ്കിൽ അവയെ തൊട്ടാൽ ഇത് പെട്ടെന്ന് റോൾ ചെയ്ത് ഒരു ബോൾ പോലെ ആകും. അവയുടെ ഫ്ലഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകതയും പാങ്കോലിൻസിന് ഉണ്ട്. ടു റോൾ എന്ന മീനിങ് വരുന്ന പാങ്ക്വേലിൻ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് പാങ്കോലിൻ എന്ന് പറയുന്ന നെയിം തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ് ഈ ഡേയുടെ പ്രത്യേകത അത് നമുക്ക് നോക്കാം. വേൾഡ് പാങ്കോലിൻ ഡേ is celebrated annually on the third Saturday of February and this year it falls on 18th February. എല്ലാ വർഷവും തേർഡ് സാറ്റർഡേ, ഫെബ്രുവരിയിലുള്ള 3ാമത്തെ ശനിയാഴ്ചയാണ് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് പാങ്കോലിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അതെന്നായിരുന്നു? 18th ഫെബ്രുവരിക്കായിരുന്നു. 2023 18th ഫെബ്രുവരി ആയിരുന്നു വേൾഡ് പാങ്കോലിൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഇറ്റ് ഈസ് എ ഡേ ടു റിമെമ്പർ ആൻഡ് സെലിബ്രേറ്റ് പാങ്കോലിൻസ്, റൈസ് അവയർനെസ് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ പാങ്കോലിൻ പോച്ചിങ് ഇൻ ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ആഫ്രിക്കയിലും ഏഷ്യയിലും പാങ്കോലിൻസിനെ ഒരുപാട് വേട്ടയാടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണിയിലുമാണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു മാമലാണ് പാങ്കോലിൻ എന്ന് പറയുന്നത്. കാരണം ബോഡി സ്കെയിൽസ് ഉള്ള ഒരേ ഒരു മാമൽ എന്ന് പറയുന്നത് ആരാണ്? പാങ്കോലിൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെ കൺസർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരു മാമല് വേട്ടയാടൽ കൊണ്ട് നമ്മുടെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇങ്ങനെയാണ് പണ്ട് ഡോഡോ പക്ഷി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. എന്നുവെച്ചാൽ ഡോഡോയുടെ മീറ്റിന് വേണ്ടിയിട്ട് ഡോഡോ പക്ഷികളെ ഒരുപാട് വേട്ടയാടിയിരുന്നു. ആ ഡോഡോ പക്ഷി എക്സ്റ്റിങ്ക്റ്റ് ആയതോട് എന്തും കൂടി എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുമായിട്ട് മ്യൂച്വൽ ഇന്ററാക്ഷനിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഡോഡോ പക്ഷി ഭക്ഷിച്ച് അതിന്റെ എക്സ്ക്രീഷനിലൂടെ പുറത്തു വരുന്ന വിത്ത് മാത്രം മുളച്ചിരുന്ന ഡോഡോ വൃക്ഷവും നമ്മുടെ ഭൂലോകത്ത് നിന്നും അപ്രത്യക്ഷമായി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റിങ്ഷനിലേക്ക് കടക്കാതെ പാങ്കോലിൻസിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെതിരെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും ഈ പാങ്കോലിൻ പോച്ചിങ് ആഫ്രിക്കയിലും ഏഷ്യയിലും ഒരുപാട് വേട്ടയാടപ്പെടുന്നുണ്ട്. അതിനെതിരെയും ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പാങ്കോലിൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇൻ ദ സദേൺ റീജിയൻസ് ഓഫ് വിയറ്റ്നാം, സെൻട്രൽ ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക, പാങ്കോലിൻ മീറ്റ് ഈസ് ഓഫൺ സെർവ്ഡ് ഇൻ റെസ്റ്റോറന്റ് കാറ്ററിംഗ് ടു വെൽത്തി പാട്രൺസ് ഹു കൺസിഡർ ഇറ്റ് എ സ്റ്റേറ്റസ് സിംബൽ ആൻഡ് എ ഡെലിക്കസി. ഇനി മറ്റൊരു കാര്യം നോക്കിയേ, വിയറ്റ്നാമിന്റെ കുറച്ച് സദേൺ റീജിയൻസിൽ, അതുപോലെ സെൻട്രൽ ആഫ്രിക്കയിലും വെസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെ പാങ്കോലിൻ മീറ്റ് റെസ്റ്റോറൻറ്റ്സിൽ സെർവ് ചെയ്യുന്നുണ്ട്. എന്താണ്? വെൽത്തി പാട്രൺസ് ഇത് പാങ്കോലിൻ മീറ്റ് കഴിക്കുന്നത് ഒരു സ്റ്റേറ്റസ് സിംബലായിട്ട് അല്ലെങ്കിൽ ഡെലിക്കസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് പാങ്കോലിൻ മീറ്റ് റെസ്റ്റോറൻറ്റിൽ പോലും സെർവ് ചെയ്യുന്നുണ്ട്. വെൻ സ്റ്റാർട്ടിൽ എ പാങ്കോലിൻ മേ റോൾ ഇൻ ടു എ ടൈറ്റ് ബോൾ ടു പ്രൊട്ടക്ട് ഇറ്റ്സ് ഡെലിക്കേറ്റ് ലോവർ ബാക്ക്, മേക്കിംഗ് ഇറ്റ് ആൻ ഐഡിയൽ ടാർഗറ്റ് ഫോർ പ്രിഡേറ്റേഴ്സ്. അപ്പോൾ എന്തിനാണ് ഇത് റോൾ ബാക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനങ്ങനെ റോളായിട്ട് ഒരു ബോൾ പോലെ ആകാനുള്ള ഒരു കഴിവ് ഈ പാങ്കോലിൻസിന് ഉണ്ട്. ദ പാങ്കോലിൻ ഈസ് ദ ഓൺലി മാമൽ കവേർഡ് വിത്ത് സ്കെയിൽസ്. ഞാൻ പറഞ്ഞു ബോഡി സ്കെയിൽസ് ഉള്ള ഒരേ ഒരു മാമൽ എന്ന് പറയുന്നത് പാങ്കോലിൻ ആണ്. ടു പ്രൊട്ടക്ട് ദംസെൽസ് ദേ കേൾ അപ്പ് ഇൻ ടു ബാൾസ് ലൈക്ക് എ ഹെഡ്ജ് ഹോഗിനെ പോലെ ബോളായിട്ട് മാറാൻ ആർക്ക്? ഈ പാങ്കോലിൻസിന് കഴിവുണ്ട്. അത് അവയെ തന്നെ സ്വയം അവയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, ബോഡി അഡാപ്റ്റേഷനാണ് ഇങ്ങനെ റോള് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. ദെയർ നെയിം കംസ് ഫ്രം ദ മലായ് വേർഡ് പാങ്ക്വേലിൻ വിച്ച് മീൻസ് സംതിങ് ദാറ്റ് റോൾസ്. നമ്മൾ പറഞ്ഞതാണ് മലായ് വേർഡായ പെൻഗ്വിലിൻ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. എന്താ അതിൻ്റെ മീനിങ്? എന്താ? സംതിങ് ദാറ്റ് റോൾസ്. ആ ഒരു വേർഡിൽ നിന്നാണ് പാങ്കോലിൻ എന്ന നെയിം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ ടൂറിസം റിസൈലിയൻസ് ഡേ 2023. എന്നാ ഗ്ലോബൽ ടൂറിസം റിസൈലിയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്? 17th February. Okay. The United Nations General Assembly has adopted a resolution from Jamaica. എവിടെ നിന്നാ ആ റെസൊല്യൂഷൻ വന്നതെന്ന് നോട്ട് ചെയ്തിരിക്കണം. ജമൈക്ക. To declare 17th February 2023 as Global Tourism Resilience Day for the first time in an effort to future-proof the sustainability of tourism. അപ്പോൾ അത് ഈ വർഷം വന്ന ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എവിടെ നിന്നാണ് ആ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? ജമൈക്കയിൽ നിന്നാണ് യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലി ഗ്ലോബൽ ടൂറിസം റിസൈലൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ മൂവ് ടു മാർക്ക് ദ ഡേ ആനുവലി വാസ് സപ്പോർട്ടഡ് ബൈ ഓവർ 90 കൺട്രീസ്. അത് ഈ ഒരു മൂവ് 90 കൺട്രീസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ
United Nations General Assembly invites everyone to celebrate 17 February as a day to raise awareness of the importance of sustainable tourism in accordance with local, regional and national priorities and through education, activities and events. അപ്പോൾ യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലി എല്ലാ കൺട്രീസിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? 17 ഫെബ്രുവരി ഇങ്ങനെ ഒരു ഡേ ആയിട്ട് നാഷണൽ ടൂറിസം റിസൈലൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവെയർ ആക്കാനും വേണ്ടിയിട്ട് യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലിയാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഗ്ലോബൽ ടൂറിസം റിസൈലൻസ് ഡേ proclaimed by the General Assembly in Resolution A/RES/77/269 aims to emphasize the need to promote resilient tourism development to deal with shocks, taking into account the tourism sector's vulnerability of the tourism sector to emergencies. അതായത് നമുക്കിപ്പോൾ ഇക്കോളജിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് കോട്ടം തട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ ടൂറിസം മേഖലയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസം മേഖലയിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ആചരിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. വാട്ട് ഈസ് ഗ്ലോബൽ ടൂറിസം റിസൈലൻസ് ഡേ? ഇനി എന്താണ് ഈ ഗ്ലോബൽ ടൂറിസം റിസൈലൻസ് ഡേ എന്ന് നോക്കാം. ഇറ്റ് ഓഫേഴ്സ് ആൻ ആൾട്ടർനേറ്റീവ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് എ വേ ടു ഇംപ്രൂവ് സസ്റ്റൈനബിലിറ്റി ഫോളോയിങ് ആൻ ഇക്കോളജിക്കൽ ഓർ എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ആൻഡ് പോസിബിൾ റിക്കവറി ഫ്രം ടൂറിസം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ടൂറിസം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മാത്രമല്ല എങ്ങനെയാ ഈ ടൂറിസം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഉണ്ടാവുന്നത്? എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ, ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ ഒക്കെ വന്നപ്പോൾ ഈ ഒരു മേഖല കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ ടൂറിസം, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും കൂടിയ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസവും കേരളത്തിന്റെ വരുമാനത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ്. അതുപോലെ ടൂറിസം തന്നെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് എൻവയോൺമെന്റൽ ഡിസാസ്റ്ററോ ഇക്കോളജിക്കൽ ഡിസാസ്റ്ററോ ഒക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം തന്നെ നഷ്ടമാകുന്നുണ്ട്. അതിനെ ഇംപ്രൂവ് ചെയ്യാൻ എങ്ങനെ നമുക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ, എന്തിലൂടെ? ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടൂറിസത്തിൽ ഒരു സസ്റ്റൈനിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനൊരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരിക എന്നതായിരുന്നു ഗ്ലോബൽ ടൂറിസം റിസൈലൻസ് ഡേ കൊണ്ട് എയിം ചെയ്തത്. For many developing countries, including least developed countries, small island developing states, countries in Africa, and middle income countries, tourism is a major source of income, foreign exchange earnings, tax revenue, and employment. ഇത് മേജർ സോഴ്സ് ഓഫ് ഇൻകം മാത്രമല്ല. ഇങ്ങനെയുള്ള കൺട്രീസിൽ ടൂറിസം എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, ടാക്സ് റവന്യൂവിൽ, അതുപോലെ എംപ്ലോയ്മെന്റിൽ പോലും വലിയൊരു പങ്ക് ഈ ടൂറിസം വഹിക്കുന്നുണ്ട്. അതാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനായിട്ടുള്ള കാരണം. ബിക്കോസ് ടൂറിസം കണക്ട്സ് പീപ്പിൾ ടു നേച്ചർ, സസ്റ്റൈനബിൾ ടൂറിസം ഹാസ് ദ യുണീക് പൊട്ടൻഷ്യൽ ടു പ്രൊമോട്ട് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺസർവേഷൻ. ടൂറിസം ജനങ്ങളെ കൂടുതൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റിയും കൺസർവേഷനും പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഡേ ആണ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ക്യാൻസർ ഡേ 2023. എന്നാണ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ക്യാൻസർ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? February 15th ആണ് അല്ലേ? ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ക്യാൻസർ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ 15th February. The day is observed by Childhood Cancer International, an umbrella organization of various parent-formed child cancer support groups. അപ്പോൾ വേരിയസ് ആയിട്ടുള്ള പാരന്റ് ഫോംഡ് ചൈൽഡ് ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പ്സിന്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഉണ്ട്. എന്താ? ചൈൽഡ്ഹുഡ് ക്യാൻസർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അവരാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ദ ഡേ ഈസ് ഡെഡിക്കേറ്റഡ് ടു റൈസിംഗ് അവയർനെസ് ആൻഡ് ഷോയിങ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസെൻസ് ലിവിംഗ് വിത്ത് ക്യാൻസർ. ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളിലും കൗമാരക്കാർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക, അത് മാത്രമല്ല അവർക്കെതിരെ അവരെക്കുറിച്ച് ഒരു അവയർനെസ് നൽകുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡേ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Despite all the advances in science, childhood cancer remains the leading cause of death from disease in children. സയൻസ് എത്രത്തോളം ഡെവലപ്പായി എന്ന് പറഞ്ഞാലും, നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എത്രത്തോളം ഡെവലപ്പായി എന്ന് പറഞ്ഞാലും, ഇന്നും
കുട്ടികളുടെ മരണത്തിന് ഒരു ലീഡിംഗ് റോൾ എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന ക്യാൻസർ തന്നെയാണ്. ഇനി ഈ വർഷത്തെ തീം എന്താണെന്ന് നോക്കാം. ദ 3-year campaign for International Childhood Cancer Day began in 2021 and will end in 2023. ഇതൊരു 3-year campaign ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ 2021 സ്റ്റാർട്ട് ചെയ്തു, 2023 അത് എൻഡ് ചെയ്യും. അതിന്റെ തീം എന്ന് പറയുന്നത് ഈ 3 ഇയറിലത്തേക്കാണ്. ഈ ഒരു ക്യാമ്പയിന്റെ തീമാണ് ബെറ്റർ സർവൈവൽ. അപ്പൊ എന്തായിരുന്നു ഈ 3-year ക്യാമ്പയിന്റെ തീം എന്ന് പറയുന്നത്? ബെറ്റർ സർവൈവൽ. ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1994. 1994 ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പേഷ്യന്റ് എയ്ഡ് ഓർഗനൈസേഷൻ ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പേഷ്യന്റ് എയ്ഡ് ഓർഗനൈസേഷൻ ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദ ഓർഗനൈസേഷൻ ഈസ് കംപ്രൈസ്ഡ് ഓഫ് മോർ ദാൻ 170 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് പാരന്റ് ഓർഗനൈസേഷൻ, ചൈൽഡ്ഹുഡ് ക്യാൻസർ സർവൈവർ അസോസിയേഷൻസ്, ചൈൽഡ്ഹുഡ് ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആൻഡ് ക്യാൻസർ സൊസൈറ്റീസ്. ഇങ്ങനെ തുടങ്ങിയ 170ഓളം ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ചേർന്നതാണ് ഈ ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ വാസ് ക്രിയേറ്റഡ് ബൈ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഇന്റർനാഷണൽ ഇൻ 2002 ആസ് ആൻ ആനുവൽ ഈവന്റ്. ഇതൊരു ആനുവൽ ഈവന്റ് ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 2002 മുതലാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണ് വേൾഡ് റേഡിയോ ഡേ. എന്നാ വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 13th February ആണ് വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് റേഡിയോ ഡേ ഈസ് സെലിബ്രേറ്റഡ് അക്രോസ് ദ വേൾഡ് ഇൻ 13th February എവറി ഇയർ. എല്ലാ വർഷവും ലോകത്താകമാനം February 13 വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. The day is observed every year to raise awareness among the public and media about the importance of radio and its encourage access to information through radio. അതായത് റേഡിയോയിലൂടെ ഇൻഫർമേഷൻസ് അക്സസ് ചെയ്യുന്നതിനെ എൻകറേജ് ചെയ്യാനും റേഡിയോയ്ക്ക് അതൊരു പബ്ലിക് അല്ലെങ്കിൽ മാസ് മീഡിയ എന്നൊരു ലെവലിലേക്ക് റേഡിയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് പബ്ലിക്കിനെ അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് February 13 വേൾഡ് റേഡിയോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ റേഡിയോ ഇൻവെന്റഡ് ബൈ ഇറ്റാലിയൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഗുഗ്ലിമോ മാർക്കോണി ഇൻ ദ 1890s is an important means of communication to educate, entertain and inform. അപ്പോൾ ഇതൊരു GK ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റാലിയൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഗുഗ്ലിമോ മാർക്കോണിയാണ് 1890s റേഡിയോ ഇൻവെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫാസ്റ്റ്, ഈസിലി അക്സസിബിൾ ആൻഡ് ചീപ്പ് വേ ഓഫ് റീച്ചിങ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് റിമോട്ട് ഏരിയാസ്. റിമോട്ട് ഏരിയാസിൽ പോലും ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ആയിട്ടും ഈസിലി അക്സസിബിൾ ആയിട്ടും ചീപ്പായിട്ടും എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗമായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. വേൾഡ് റേഡിയോ ഡേ ഈസ് ഓണേർഡ് വിത്ത് സ്പെഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് എസ് ബ്രോഡ്കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ്, അവാർഡ്സ്, ഡിബേറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ റേഡിയോ സ്റ്റേഷൻസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ്, ബ്രോഡ്കാസ്റ്റ്, ദെൻ അവാർഡ്സ്, ഡിബേറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ റേഡിയോ സ്റ്റേഷൻസ് ആൻഡ് സെവറൽ ഓർഗനൈസേഷൻസ്, ഈ ഒരു രീതിയിലാണ് വേൾഡ് റേഡിയോ ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീം എന്തായിരുന്നു? 2023 വേൾഡ് റേഡിയോ ഡേയുടെ തീം എന്ന് പറയുന്നത് റേഡിയോ ആൻഡ് പീസ്. റേഡിയോ ആൻഡ് പീസ് 2023 സെലിബ്രേറ്റ് ചെയ്തത് അതിന്റെ 12th എഡിഷൻ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ 36th ജനറൽ അസംബ്ലി സെഷൻ ദ എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് യുനെസ്കോ റിക്വസ്റ്റഡ് യുനെസ്കോ ടു ഡിക്ലെയർ വേൾഡ് റേഡിയോ ഡേ. അതായത് യുനെസ്കോയുടെ ജനറൽ അസംബ്ലി സെഷനിൽ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡാണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെക്കുന്നത്, വേൾഡ് റേഡിയോ ഡേ വേണമെന്ന്. അപ്പോൾ അത് പ്രകാരം 13th February അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു 2012. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് പ്രകാരം 2012 13th February വേൾഡ് റേഡിയോ ഡേ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. ദിസ് ഡേറ്റ് വാസ് ചോസൺ ബിക്കോസ് യുണൈറ്റഡ് നാഷൻസ് റേഡിയോ വാസ് ബോൺ ഓൺ February 13, 1946. 1946 February 13 യുണൈറ്റഡ് നാഷൻസ് റേഡിയോ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റേഡിയോ അറൈവ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഏർലി 20th century. ഇന്ത്യയിൽ റേഡിയോ വരുന്നത് എന്താണ്? ഏർലി 20th centuryയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഡേ ആണ് സേഫർ ഇന്റർനെറ്റ് ഡേ 2023. അപ്പോൾ 2023 സേഫർ ഇന്റർനെറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് 7th February ആണ്.
എന്നാൽ സേഫർ ഇന്റർനെറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലെ സെക്കൻഡ് ട്യൂസ്ഡേയിലാണ്. ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ട്യൂസ്ഡേ ആണ് സേഫർ ഇന്റർനെറ്റ് ഡേ ആയിട്ട് ലോകത്താകമാനം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ വർഷം അത് എന്നായിരുന്നു? 7th ഫെബ്രുവരിക്കായിരുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? Safer Internet Day is annually observed across the globe on the second Tuesday of February to raise awareness of emerging online issues and current concerns and to promote the safe and positive use of digital technology for children and young people. അപ്പോൾ കുട്ടികളിലും യുവതലമുറയിലും ഡിജിറ്റൽ ടെക്നോളജിയുടെ പോസിറ്റീവ് യൂസും സേഫ് ആയിട്ടുള്ള ഒരു യൂസും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്നുള്ള കറണ്ട് ഇഷ്യൂസ്, ഓൺലൈൻ ഇഷ്യൂസ്, ദെൻ കറണ്ട് കൺസേൺസ്, അവയെപ്പറ്റി അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് സേഫർ ഇന്റർനെറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2023 സേഫർ ഇന്റർനെറ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത് എന്താണ്? വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്തായിരുന്നു? വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ തീംസ് പറയുമ്പോൾ ചിലപ്പോൾ വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സേഫർ ഇന്റർനെറ്റ് ഡേയുടെ തീമാണ് എന്ന് ഓർത്തെടുക്കാൻ കഴിയണം. ഇതിനെപ്പറ്റി വായിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്ന് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ തീമായിട്ട് കൺസിഡർ ചെയ്യണം എന്നില്ല, സേഫർ ഇന്റർനെറ്റ് ഡേയുടെ തീമായിട്ട് കൺസിഡർ ചെയ്യണം എന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഇതിന്റെ ഹിസ്റ്ററി നോക്കാം. 2023 എന്ന് പറയുന്നത് 20th എഡിഷൻ ഓഫ് സേഫർ ഇന്റർനെറ്റ് ഡേ ആയിരുന്നു. സേഫർ ഇന്റർനെറ്റ് ഡേയുടെ 20th എഡിഷൻ ആണ് നമ്മൾ 2023 സെലിബ്രേറ്റ് ചെയ്തത്. ദ ഡേ ഒറിജിനേറ്റഡ് ഇൻ 2004 ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇന്റർനാഷണൽ യൂണിയൻ സേഫ് ബോർഡേഴ്സ് പ്രോജക്റ്റ്. ഇന്റർനാഷണൽ യൂണിയന്റെ സേഫ് ബോർഡേഴ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 2004 സേഫ് ഇന്റർനെറ്റ് ഡേ എന്ന് പറയുന്ന ഒരു ആശയം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ടേക്കൺ ഓൺ ബൈ ദ ഇൻസേഫ് നെറ്റ്വർക്ക് ഇൻ 2005 ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ ഓപ്പറേഷൻ. ദ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ നിയർലി 200 കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് അറൌണ്ട് ദ വേൾഡ്. 2005 ആയപ്പോൾ ഇൻസേഫ് നെറ്റ്വർക്ക് ഇതിന്റെ ഇനിഷ്യൽ ഓപ്പറേഷൻസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 200ഓളം കൺട്രീസിൽ അല്ലെങ്കിൽ ടെറിട്ടറീസിൽ ലോകത്താകമാനം ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് സെലിബ്രേറ്റിംഗ് ദിസ് ഡേ ഈസ് ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദ എമർജിംഗ് ഓൺലൈൻ ഇഷ്യൂസ് ആൻഡ് കറന്റ് കൺസേൺസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, എമർജിംഗ് ആയിട്ട് വരുന്ന ഓൺലൈൻ ഇഷ്യൂസും കറണ്ട് കൺസേൺസിനെയൊക്കെ പറ്റി അവയർനെസ് നൽകുക എന്നതാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് വേൾഡ് ക്യാൻസർ ഡേ 2023. എന്നാണ് വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നാണ്? 4th ഫെബ്രുവരിയാണ് വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. വേൾഡ് ക്യാൻസർ ഡേ ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ 4th ഫെബ്രുവരി. ദിസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് ദ ഡെഡ്ലി ഡിസീസ് കോൾഡ് ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനെ പറ്റി ജനങ്ങളിൽ കൂടുതൽ അവെയർ ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് കോസസ്, സിംറ്റംസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അപ്പോൾ ക്യാൻസറിന്റെ കോസസ് എന്താണ്, അതിന്റെ സിംറ്റംസ് എന്താണ്, പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ്, ഇവയെ പറ്റിയെല്ലാം ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വേൾഡ് ക്യാൻസർ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് ലോകത്താകമാനം പടർന്നു പിടിച്ചിട്ടുള്ള ഒരു ഡെഡ്ലി ഡിസീസ് തന്നെയാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനെ പറ്റിയുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓങ്കോളജി. അത് ഓർത്തിരിക്കണം, GK സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഓങ്കോളജിയാണ് ക്യാൻസറിനെ പറ്റിയുള്ള പഠനം. About 7 lakh new cancer cases are detected by healthcare providers every year. ഓരോ വർഷവും 7 ലക്ഷത്തോളം പുതിയ ക്യാൻസർ പേഷ്യൻസിനെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കണ്ടെത്തുന്നത്. There are mainly 5 different types of cancer found in Indian women, which includes. ഇനി ഇന്ത്യൻ വിമനിൽ മെയിനായിട്ട് 5 തരത്തിലുള്ള ക്യാൻസർ ആണ് കാണപ്പെടുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റ് എന്താണ്? മാമോഗ്രാം വഴിയാണ് ബ്രസ്റ്റ് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യുന്നത്. GK സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ സെർവൈക്കൽ ക്യാൻസർ, സെർവിക്സിൽ ഉണ്ടാവുന്ന ക്യാൻസർ ആണ്. സെർവൈക്കൽ ക്യാൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എന്താണ്? പാപ്സ്മിയർ. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ബ്രസ്റ്റ് ക്യാൻസർ, മാമോഗ്രാം. ഓക്കെ. ദെൻ സെർവൈക്കൽ ക്യാൻസർ ആണെങ്കിലോ പാപ്സ്മിയർ. അപ്പോൾ അത് രണ്ടും അറിഞ്ഞിരിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് മാമോഗ്രാം. സെർവൈക്കൽ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് എന്ത്? പാപ്സ്മിയർ എന്ന് പറയുന്നത്. ഇനി കോളോറെക്ടൽ ക്യാൻസർ, യൂട്ടറൈൻ ക്യാൻസർ ആൻഡ് ഓറൽ ക്യാൻസർ, ഈ 5 തരത്തിലുള്ള ക്യാൻസർ ആണ് മെയിൻലി ഇന്ത്യൻ വിമനിൽ കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ വർഷത്തെ വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്താണെന്ന് നോക്കാം. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2023 വേൾഡ് ക്യാൻസർ ഡേ തീം എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് ദ
കെയർ ഗ്യാപ്പ്. ഓക്കെ, ഇനി ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ക്യാൻസർ ഡേ വാസ് സെലിബ്രേറ്റഡ് ഇൻ ജനീവ ആൻഡ് സ്വിറ്റ്സർലാൻഡ് ഇൻ ദ സെയിം ഇയർ. ഒരേ വർഷം തന്നെ ജനീവയിലും സ്വിറ്റ്സർലാൻഡിലും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു ഫസ്റ്റ് ഇന്റർനാഷണൽ ക്യാൻസർ ഡേ എന്ന് പറയുന്നത്. വേൾഡ് ക്യാൻസർ ഡേ വാസ് മെയ്ഡ് ഒഫീഷ്യൽ അറ്റ് ദ ഫസ്റ്റ് വേൾഡ് സമ്മിറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഇൻ 2000. ആദ്യമായിട്ട് വേൾഡ് സമ്മിറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ നടന്നു. ക്യാൻസറിനെതിരെയുള്ള വേൾഡ് സമ്മിറ്റ് ഫസ്റ്റ് നടക്കുന്നത് 2000 അതിനുശേഷമാണ് വേൾഡ് ക്യാൻസർ ഡേ എന്ന് ഒഫീഷ്യലി നെയിം ചെയ്യാൻ തുടങ്ങിയത്. ദ ഇവന്റ് വാസ് ഹെൽഡ് ഇൻ പാരീസ് ആൻഡ് വാസ് അറ്റൻഡഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ക്യാൻസർ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊമിനന്റ് ഗവൺമെന്റ് ലീഡേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ്. ഇനി ഈ വർഷം ഈ ഇവന്റ് നടന്നത് എവിടെയാണ്? പാരീസിലായിരുന്നു. അതുപോലെ ആരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? മെമ്പേഴ്സ് ഓഫ് ക്യാൻസർ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊമിനന്റ് ഗവൺമെന്റ് ലീഡേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ്. ഇത്രയും കാര്യങ്ങൾ വേൾഡ് ക്യാൻസർ ഡേയെ പറ്റി ഓർത്തിരിക്കുക. ദെൻ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ 2023, ലോക തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ. എന്നാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോക തണ്ണീർത്തട ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? February 2nd. Okay, World Wetland Day is observed every year on 2nd February. The day is observed to create awareness among people about the importance of wetlands and various ways to restore their rapid loss and degeneration. ഈ തണ്ണീർത്തടങ്ങളുടെ റാപ്പിഡ് ലോസും ഡീജനറേഷനും ഒക്കെ തടയാൻ വേണ്ടിയും വെറ്റ്ലാൻഡ്സിനെ കൺസർവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുകയുമാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി ഡേ എയിംസ് ടു ഹൈലൈറ്റ് ദി ഇമ്പോർട്ടന്റ് റോൾ വെറ്റ്ലാൻഡ്സ് പ്ലേ ഇൻ മെയിൻറ്റെയിനിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് ഹ്യൂമൻ വെൽബീയിങ്. മാത്രമല്ല ഈ ഡേ എന്തും കൂടി എയിം ചെയ്യുന്നുണ്ട്, വെറ്റ്ലാൻഡ്സ് ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹ്യൂമൻ വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുകൂടി കമ്മമറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നത് കൂടിയാണ് എന്തിന്റെ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ തീം എന്താണ്? ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. എന്താണ്? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. വെറ്റ്ലാൻഡ് ഡേ, തണ്ണീർത്തട ദിനത്തിന്റെയൊക്കെ തീം സാധാരണ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണോ എന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദ തീം ഓഫ് ദ ഇയർ 2023 ഈസ് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റീസ്റ്റോറേഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കിയാൽ the Convention on Wetlands was ratified as an international treaty on 2nd February 1971 at Ramsar, ഇറാനിലെ റാംസറിൽ വെച്ചിട്ട് ഒരു കൺവെൻഷൻ നടന്നു 1971. റാംസർ കൺവെൻഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ്. എന്നാ നടന്നത്? 1971 February 2nd റാംസർ കൺവെൻഷൻ നടക്കുന്നത്. അത് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ആയിരുന്നു. തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു റാംസറിൽ നടന്നത്. അപ്പോൾ റാംസർ കൺവെൻഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് നടന്നത് റാംസറിൽ വെച്ചാണ്. റാംസർ എവിടെയാണ്? ഇറാനിലുള്ള ഒരു സൈറ്റ് ആണ് റാംസർ എന്ന് പറയുന്നത്. ഇയർ ഇമ്പോർട്ടന്റ് ആണ്, 1971 February 2nd. അതിനുശേഷമാണ് February 2nd ലോക തണ്ണീർത്തട ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓൺ 30th August 2021 the United Nations General Assembly adopted Resolution 75/3174 for World Wetlands Day. അപ്പോൾ ഈ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 30th August 2021 എന്നുകൂടി ഓർത്തിരിക്കുക. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഒറിജിനേറ്റഡ് ഇൻ 1997 when the Secretariat of the Convention on Wetlands began educating the general public about the importance of protecting wetlands. ജനറൽ പബ്ലിക്കിനെ വെറ്റ്ലാൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ്? 1997. ഓക്കെ, posters, fact sheets, documents and other outreach materials were distributed among the public about the conservation of wetland. ഇതിന്റെ ഭാഗമായിട്ട് വെറ്റ്ലാൻഡ് കൺസർവേഷനെ പറ്റി എന്തൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്? പോസ്റ്റേഴ്സ്, ഫാക്ട് ഷീറ്റ്സ്, ഡോക്യുമെന്റ്സ് ആൻഡ് അതർ ഔട്ട്റീച്ച് മെറ്റീരിയൽസ് വേർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ, അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ ലാസ്റ്റ് ഇവന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് റേസിംഗ് ഡേ. 1st ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ റേസിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് 47th റേസിംഗ് ഡേ. 2023 അവർ സെലിബ്രേറ്റ് ചെയ്തത് 47th റേസിംഗ് ഡേ ആയിരുന്നു. എന്നാ? 1st February 2023. ഓക്കെ, ഫ്രം എ ഹംബിൾ beginning with only 7 land platforms in 1978. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തുടക്കം എന്ന് പറയുന്നത് 1978 വെറും 7
ലാൻഡ് പ്ലാറ്റ്ഫോമുമായിട്ടായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തുടക്കം. എന്നാൽ ഇന്ന് it has now grown into an unstoppable force with 158 ships and 70 aircraft and is expected to achieve a target force of 200 land platforms and 80 aircraft by 2025. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? 2025 കൂടി 80 എയർക്രാഫ്റ്റും 200 പ്ലാറ്റ്ഫോംസും വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സെക്യൂറിംഗ് ദ ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് എൻഫോഴ്സിംഗ് റെഗുലേഷൻസ് ഇൻ ഇന്ത്യസ് മാരിടൈം സോൺ. ഇന്ത്യയുടെ മാരിടൈം സോണിൽ റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റിലുള്ള സെക്യൂരിറ്റിയും ആരാ ഡീൽ ചെയ്യുന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ the ICG was formally established on 1st February 1977 by the Coast Guard Act 1978 of the Parliament of India. അപ്പോൾ പാർലമെന്റ് ഓഫ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ആക്ട് 1978 പ്രകാരമാണ് ICG ഫോം ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഫോർത്ത് മോസ്റ്റ് പവർഫുൾ കോസ്റ്റ് ഗാർഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഫോർത്ത് മോസ്റ്റ് പവർഫുൾ കോസ്റ്റ് ഗാർഡ് ആണ്. അത് ഓർത്തിരിക്കണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഫോർത്ത് മോസ്റ്റ് പവർഫുൾ കോസ്റ്റ് ഗാർഡ് ആണ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് ആരുടെയാ? സെലിബ്രേഷൻ ഓഫ് ദ ഫോർത്ത് മോസ്റ്റ് പവർഫുൾ കോസ്റ്റ് ഗാർഡ് ഇൻ ദ വേൾഡ് ആണെന്നുകൂടി ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ ഡേ ടു സെലിബ്രേറ്റ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്സ് കൂടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമായാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്നാണ്? February 1st. അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ ഫെബ്രുവരിയിലുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, തീംസ്, ഇവൻറ്റ്സ്, വെന്യൂസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. നെക്സ്റ്റ് മറ്റ് ഒരു കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.